മതാടിസ്ഥാനത്തിൽ യോഗം ചേർന്ന് സംസ്ഥാന ബി.ജെ.പി. കോട്ടയത്ത് ഇന്നലെ ചേർന്ന പാർട്ടിയിലെ ക്രൈസ്തവ വിശ്വാസികളുടെ കോട്ടയത്താണ് ഇന്നലെ ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളുടെ യോഗം ചേർന്നത്. സംഘടനാ ജില്ലയിൽ നിന്ന് 5 വീതം ക്രൈസ്തവ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, കേരളത്തിലെ പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു യോഗം ഇതിനു മുമ്പ് ചേർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ ദേശീയതലത്തിലെ ക്രൈസ്തവ വേട്ടയുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ഇങ്ങനെ ഒരു യോഗം ചേരാനുള്ള സാഹചര്യം? അതിനെ നേതൃത്വം വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? നേതൃത്വത്തിന്റെ മനസ്സിൽ എന്താണ് അലക്സ് റാം മുഹമ്മദ്? രജിത്ത്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നേരത്തെ ബി.ജെ.പി. സംസ്ഥാനത്തെ ക്രൈസ്തവ സഭകളുമായി നല്ല ബന്ധം പുലർത്തുകയും ക്രൈസ്തവ സഭകളുടെ വിശ്വാസം ആർജിക്കുകയും അവരെ അടുപ്പിച്ചു നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീ വിഷയം വന്നതോടെ ബി.ജെ.പി. അതിൽ പ്രതിരോധത്തിലാകുകയാണ് ചെയ്തത്. ക്രൈസ്തവ സഭകളുമായി അകലുന്ന ഒരു സാഹചര്യം സംസ്ഥാന ബി.ജെ.പിയിൽ ഉടലെടുത്തു എന്ന് ബി.ജെ.പി. തന്നെ വിലയിരുത്തുന്നുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത്. നിലവിൽ 20% സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ വോട്ട് ഷെയർ 25% തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കണമെന്നാണ് അമിത്ഷാ സംസ്ഥാന ബി.ജെ.പിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് സംസ്ഥാനത്ത് അത്തരം മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തണമെന്ന് ബി.ജെ.പി. വിലയിരുത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തുന്നതിന് അവരുടെ വിശ്വാസ്യത ആർജിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. സംസ്ഥാന ബി.ജെ.പിയുടെ ചരിത്രത്തിൽ ആദ്യമായി മതാടിസ്ഥാനത്തിൽ ഒരു യോഗം തന്നെ ഇന്നലെ കോട്ടയത്ത് ചേർന്നു. ബി.ജെ.പിക്കുള്ളിലെ ക്രൈസ്തവ നേതാക്കളുടെ യോഗമാണ് ചേർന്നത്. 30 സംഘടനാ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 5 വീതം ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. അതുമാത്രമല്ല, ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം അത് വ്യാപിപ്പിക്കാൻ ബി.ജെ.പി. തീരുമാനിച്ചിട്ടുണ്ട്. ഇത് വിവാദമാകുമെന്ന് കണ്ട ഏറ്റവും അവസാന നിമിഷം ഈ പരിപാടിയുടെ പേര് സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നാക്കി മാറ്റി. പക്ഷേ ഈ പരിപാടിയിൽ അവതരിപ്പിച്ച പവർ പോയിന്റ് പ്രസന്റേഷനുകളിൽ ബി.ജെ.പി. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നു തന്നെയാണ് വിശദീകരിച്ചിരുന്നത്. അതിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്തൊക്കെയാണെന്ന് അവർ വിശദീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കമ്മിറ്റികൾ നിലവിൽ ഈ ജില്ല അതായത് ബി.ജെ.പിയുടെ സംഘടനാ ജില്ലാ കമ്മിറ്റികളെ വിപുലീകരിക്കാൻ 30 അംഗ കമ്മിറ്റികളായി വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനാ ജില്ലകളിലെ 30 വീതം ക്രൈസ്തവ വിശ്വാസികളായ നേതാക്കൾ ആ കമ്മിറ്റികളിൽ ഉണ്ടാകും. അത് മാത്രമല്ല, അത് താഴെ തട്ടിലേക്ക് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കമ്മിറ്റികൾ വ്യാപിപ്പിക്കും. അത് മണ്ഡലാടിസ്ഥാനത്തിലും ഏരിയ അടിസ്ഥാനത്തിലും പഞ്ചായത്ത് തലത്തിലും അത്തരം കമ്മിറ്റികൾ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 1 കോടി രൂപ ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ 1 കോടി രൂപ പാർട്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഷോൺ ജോർജിനെയാണ് അതുമായി ബന്ധപ്പെട്ട ചുമതല നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഉയർന്നു വന്നു ഇന്നലെ ചേർന്ന ഈ യോഗത്തിൽ. ബി.ജെ.പിയുടെ ഛത്തീസ്ഗഡ് ദൗത്യത്തെ സംഘപരിവാർ എന്ന പേരിൽ സോഷ്യൽ മീഡിയ വഴി അവഹേളിക്കുന്നത് DYFI ഹാൻഡിലുകളാണ് എന്നാണ് ഈ യോഗം വിലയിരുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ അരമനകൾ കയറി ഇറങ്ങാതെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒരുമിച്ച് നിർത്താനാകില്ല, അതായത് ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണയില്ലാതെ ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാനാകില്ല എന്നും ഷോൺ ജോർജ് ഈ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തരം നടപടികളും പ്രവർത്തനങ്ങളുമായിരിക്കും ബി.ജെ.പി. അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് പോവുക. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.